എനിക്ക് സംശയം തോന്നില്ലേ? ഞാൻ കഴുത്തിൽ ഒരു സി ഇട്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സാധനങ്ങള് വേണു ഇങ്ങനെ പടച്ച് വിടുന്നുണ്ട്. ഇപ്പൊ ഇവിടെ ഇങ്ങനെ ചന്ദ്രകലുള്ള പൊട്ടൊക്കെ തൊട്ടിട്ട് പുള്ളിക്കാരി ഭയങ്കരമായിട്ട് ഈ സിക്ക് ഇമ്പോർട്ടന്റ് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ സൗഹൃദത്തിൽ മെസ്സേജ് അയക്കാറുള്ളവരല്ലേ. ഇക്ക പറഞ്ഞാല് രേണുസുതി ആ മെസ്സേജ് ഒന്നും മറക്കത്തില്ല. അയന്ന മൊയിലാളി അങ്ങനെ ഒരു ടോക്ക്. അപ്പൊ ഞാനൊന്നും മറക്കത്തില്ല, ഇക്കായി മറക്കാതിരുന്ന ഇക്കാക്ക് കൊള്ളാം. ഓക്കെ, അയന്ന ഒരു ഭീഷണിയുടെ സ്വരം. ഈ വീടിന്റെ അങ്ങായി പൊളിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ ഈ വീടിന് ചെറിയ തകരാറുകളുണ്ട് എന്ന് പലപ്പോഴായിട്ട് രേണു പറയുന്നു. ഈ ഒരു വിഷയത്തില് ഈ ഒരു വീടിന്റെ പടം ഇട്ടിട്ട് ഒരു ക്യാപ്ഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു. രേണു ഇട്ട ക്യാപ്ഷൻ എന്ന് പറഞ്ഞാൽ വിവാദലയം. നമ്മുടെ രേണുവിന്റെ വീടുണ്ടല്ലോ, രേണുവിന്റെ വീടുമായിട്ട് ബന്ധപ്പെട്ട് ഫിറോസിക്ക പുള്ളിക്കാരൻ ഒരു സാധനം എന്ന് പറഞ്ഞിരുന്നു. ഇപ്പൊ നടക്കുന്ന വിഷയം നിങ്ങൾക്ക് അറിയാലോ. ഇപ്പൊ നടക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ബിഷപ്പ് ഞാൻ തന്ന സ്ഥലം, ഇഷ്ടദാനമായി നൽകിയ സ്ഥലം എന്നെ സോഷ്യൽ മീഡിയയിൽ അവഹേളിച്ചതിനാൽ തിരികെ നൽകണമെന്ന് പറഞ്ഞിട്ട് ഒരു വക്കീൽ ഇൻഡാസ് അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. ഈ ഇൻഡാസ് രേണുവിന് കൈപ്പറ്റിയിട്ടുണ്ട്. ഇന്നലെയാണോ എപ്പോഴോ കൈപ്പറ്റിയിട്ടുണ്ട്. കൈപ്പറ്റുന്നതിന് മുമ്പേ ഈ ഇൻഡാസ് അയച്ച സമയത്ത് നമ്മുടെ ഈ വീട് പണിത ആൾ, അതായത് സ്ഥലം സ്ഥലത്തിന്റെ മേളിൽ വെച്ച വീടുണ്ടല്ലോ, ഈ വീട് വെച്ചു കൊടുത്തത് ഫിറോസിക്കയാണ്. ഈ ഫിറോസിക്ക ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തി. ഫിറോസിക്ക നടത്തിയ സ്റ്റേറ്റ്മെന്റ് ഈ പറയുന്ന വീട് തിരിച്ചു മേടിക്കുന്നതോട് എനിക്ക് താല്പര്യമില്ല, അത് രേണുവിന്റെ മക്കൾക്ക് കൊടുത്ത വീടല്ലേ, പിള്ളേർ വഴിയാധാരമാകത്തില്ലേ, എന്ത് കാരണത്തിലാണ് ആ സ്ഥലം തിരിച്ചു കൊടുക്കുക, വീട് എന്ത് ചെയ്യുന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട് പൊക്കി ഇളക്കി ഫിറോസിക്കയുടെ കയ്യിൽ വെച്ചിട്ട് ഫിറോസിക്ക കൊണ്ടുപോകണമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതാണ് സംഭവം. ഈ സംഭവത്തിന്റെ ആരംഭം എവിടാന്ന് നമ്മൾ ഒന്ന് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ, രേണു ഞാൻ പുതിയതായിട്ട് കല്യാണം കഴിക്കും എന്ന് പറഞ്ഞിട്ടൊരു സാധനം പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഈ ഫിറോസിക്ക ഒരു കമന്റ് ഇട്ടു, അങ്ങനെ പുതിയ കല്യാണം കഴിക്കുകയാണെങ്കിൽ ആ വീട് ഇങ്ങനെ തിരിച്ചു തന്നേക്കാണ്. ആ വീട് തിരിച്ചു തരുമ്പോ ബിഷപ്പിന്റെ സ്ഥലം നമ്മൾ എന്ത് ചെയ്യായിരിക്കും? ഫിറോസിക്ക ചോദിച്ച സംശയമല്ലേ, ബിഷപ്പ് സ്ഥലം മേടിക്കുമ്പോ അതിന് മണ്ടക്കുള്ള വീട് എന്ത് ചെയ്യുന്നത്? അപ്പൊ വീട് തിരിച്ചു തരാൻ സന്നദ്ധത കാണിച്ചു കഴിഞ്ഞാൽ ആ വീടിന്റെ അടിയിലിരിക്കുന്ന സ്ഥലം എന്ത് ചെയ്യും? അതെങ്ങനെ പറിച്ചെടുത്ത് ബിഷപ്പിന് കൊടുക്കും? അവിടെ അങ്ങനെ ചോദ്യമുണ്ട്. അന്ന് ഫിറോസിക്ക ഇട്ട കമന്റിന്റെ പേരിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഇപ്പൊ കുത്തിപ്പൊങ്ങി വന്നിട്ടുള്ളത്. അങ്ങനെ ഇരിക്കെ രേണു ഇപ്പൊ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഇതിനെ നമ്മൾ അടിത്തറ ഭാഗി ഒരു സാധനം കൂടെ പറഞ്ഞിട്ട് പോവാം. അടിത്തറ ഭാഗി പറയുന്നത് പറഞ്ഞാൽ, രേണു ഇപ്പോ കുറെ ഇടയായി സോഷ്യൽ മീഡിയയിൽ പലയിടങ്ങളിൽ ഞാനൊരു മുസ്ലിം ചെറുപ്പക്കാരനുമായിട്ട് പ്രണയത്തിലാണ് എന്ന സാധനം. പ്രണയത്തിലാണോ? എത്തുവോ? എനിക്ക് സംശയം തോന്നില്ലേ? ഞാൻ കഴുത്തിൽ ഒരു സി ഇട്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സാധനങ്ങള് രേണു ഇങ്ങനെ പടച്ച് വിടുന്നുണ്ട്. ഇപ്പൊ ഇവിടെ ഇങ്ങനെ ചന്ദ്രകലുള്ള പൊട്ടൊക്കെ തൊട്ടിട്ട് പുള്ളിക്കാരി ഭയങ്കരമായിട്ട് ഈ സിക്ക് ഇമ്പോർട്ടന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ സിയിൽ പേരാരംഭിക്കുന്ന ഒരു മുസ്ലിം യുവാവാണ് പുള്ളിക്കാരിയുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നത് എന്നുള്ള രീതിയിൽ പുള്ളിക്കാരി പുറത്തേക്ക് വിടുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കെ രേണു വന്നിട്ടൊരു വീഡിയോ അങ്ങോട്ട് ചെയ്തു. നമുക്ക് വീഡിയോ കണ്ടോളാം. ഞാനിപ്പോ വന്നത് നമ്മുടെ വിവാദപരമായ ബിഷപ്പ് അയച്ച നോട്ടീസുമായി. വിവാദപരമായ ബിഷപ്പ് എന്നാണ് പറഞ്ഞത്, കേട്ടില്ല കേട്ടോ, എനിക്കത് മനസ്സിലായില്ല. എന്തെങ്കിലും ആട്ടെ, രേണുവിന് എന്തും പറയാനുള്ള ലൈസൻസ് ഉണ്ടല്ലോ അല്ലെ? രേണു പറഞ്ഞു ബിഷപ്പെന്നോ ബിഷപ്പെന്നോ ഒക്കെ പറഞ്ഞു. നമ്മള് ഇപ്പൊ നിങ്ങളുടെ കൂട്ടുകാരിക്ക് ബിഷപ്പ് നല്ല വ്യക്തിത്വമായി കേട്ടോ, അത് ദൈവത്തിന്റെ അടുത്ത് നിൽക്കുന്ന ആളെ. നിങ്ങൾ നേരത്തെ എപ്പോഴോ ദൈവത്തിന്റെ പ്രതിപുരുഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് രേണുവിന് ഇഷ്ടമുള്ളത് പറയാം. രേണുവിന് പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല, രേണു പറ. ഓക്കെ, ഇപ്പോഴാണ് ഇന്നത്തെ 24-ാം തീയതിയാണ് രേണു സെപ്പറേറ്റ് ടിക്കറ്റ് കൈപ്പറ്റിയത് കേട്ടോ. നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ലേറ്റ് ആയിട്ടുണ്ടോ പോകും. 23-ാം തീയതിയാണ് ഞാൻ ഈ നോട്ടീസ് മേടിക്കുന്നത്. പക്ഷെ ഇതിന് മുന്നേ തന്നെ ബിഷപ്പ് അയച്ച നോട്ടീസ് കുറെ എനിക്ക് നെഗറ്റീവ് പറയുന്ന കുറെ ബ്ലോഗർമാർക്ക് കിട്ടിയിട്ടുണ്ട്. അത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അതെങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിട്ട് നിങ്ങൾ ഷെഫീന ചേച്ചിയുടെ ചാനൽ കണ്ടാൽ മതി. നിങ്ങൾ കാണത്തില്ലല്ലോ, നിങ്ങളുടെ മറ്റേ ഫ്രണ്ട് കാണും, സജീന വ്ലോഗ്സ്, അവര് കാണും. അവരോട് പറഞ്ഞുതരും. അതിനകത്ത് ഷെഫീന ചേച്ചി വ്യക്തമായി പറയുന്നുണ്ട്, ഞാനാണ് ബിഷപ്പിനെ കൊണ്ട് ഈ സാധനം ചെയ്യിച്ചത്. അതിനും ഒരു ഫ്ലാഷ് ബാക്ക് കാരണമുണ്ട്. മര്യാദയ്ക്ക് ഇരുന്ന് രേണു വന്നിട്ട് ഷെഫീന ചേച്ചിനെ ചീത്ത വിളിച്ചിട്ട് ചോണുണ്ടെങ്കിൽ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്, പേപ്പർ അയക്കും, നിയമപരമായിട്ട് വന്നു പറഞ്ഞു. അവര് നിയമപരമായിട്ട് ചെയ്തു. അപ്പോ അവരാണ് അതിന്റെ പിന്നിൽ ചുക്കാൻ പിടിച്ചതെന്ന് ഷെഫീന ചേച്ചി എന്നവരുടെ ചാനലിൽ പറയുന്നുണ്ട്. അപ്പൊ ആ നോട്ടീസ് അവർക്ക് കിട്ടാൻ വലിയ പാടുന്നില്ല. അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ ചാനലിൽ ഇത് പബ്ലിഷ് ആയി കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് കിട്ടാൻ പാടുന്നില്ല. അങ്ങനെയാണ് അത് നിങ്ങൾക്ക് കിട്ടുന്നതിന് മുമ്പ് നമുക്ക് കിട്ടിയത്. കാര്യം മനസ്സിലായല്ലോ? തന്ന നോട്ടീസ് ഞാൻ പോലും തുറന്നു വായിച്ചില്ല. ഇത് കുറെ ബ്ലോഗർമാർ എടുത്ത് കിടക്കുന്നുണ്ട്. ഇത് ബിഷപ്പ് അയച്ചു കൊടുത്തതാണോ എന്നറിയത്തില്ല, നേരത്തെ നമുക്കറിയില്ല. എന്തായാലും നോട്ടീസ് കൈപ്പറ്റിരിക്കുകയാണ് ഗൈസ്. ഇനി ആ നോട്ടീസിൽ എന്താണെന്നുള്ളത് നമുക്ക് വായിച്ചിട്ട് ഞാൻ വേണമെങ്കിൽ പറയാം. ബ്ലോഗർമാർക്ക് ഞാൻ കൊടുത്തത് ബ്ലോഗർമാർക്ക് തന്നെ ബിഷപ്പ് കൊടുത്തേക്കാം. എന്നിട്ടാണ് എനിക്ക് അയച്ചത്. ഇവര്
ബിഷപ്പ് എന്നാണ് പറയുന്നത്, ബിഷപ്പ് എന്നാണ് പറയുന്നത്. എനിക്കത് മനസ്സിലാകുന്നില്ല. എന്തോ പറയുന്നുണ്ട്. അത് ബിഷപ്പാണോ വിശപ്പാണോ, അത് ഇവര് വിശന്നിട്ട് പറയുന്നതാണോ അതോ ഇനി വിയർത്തിട്ട് പറയുന്നതാണോ ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും പറയുന്നുണ്ട്. കേട്ടു. അപ്പൊ ഇവരുടെ മാത്രം ഇവര് കൈപ്പറ്റിയിട്ടുള്ളൂ. ഈ രേണു താമസിക്കുന്ന വീടിന്റെ പേര് സുതിലയം. സുതിലയം എന്ന പേരിടാനുള്ള കാരണം കൊല്ലം സുതിയുടെ പേരുമായിട്ട് വെച്ചിട്ട് സുതിലയം, ഇതാണ് ആ വീടിന്റെ പേര്. അങ്ങനെയാണ് ആ വീടിനെ അറിയപ്പെടുന്നത്. ഈ കൊല്ലസുതി എന്ന് പറയുന്നത് രേണുവിന്റെ ഭർത്താവ് ആയിരുന്നല്ലോ, അല്ല ഭർത്താവ് ഇപ്പോഴും ഭർത്താവാ, രേണുവിന്റെ ഭർത്താവാണല്ലോ. അദ്ദേഹത്തിന്റെ മരണശേഷമാണ് ഇവർ ബുദ്ധിമുട്ടിലേക്ക് പോയതും ഇവർക്ക് പബ്ലിസിറ്റി ഉണ്ടാകുന്നതും കൊല്ലം സുധിയുടെ ഭാര്യ എന്നുള്ള രീതിയിൽ ഇവർ പോപ്പുലർ ആവുന്നതും രേണു സുധി, ആ സുധി എന്ന സാധനത്തിൽ ഇവർ ഹിറ്റായി വരുന്നതെല്ലാം. അപ്പൊ ഈ സുധി എന്ന പേരിന് എന്തോരം പ്രാധാന്യം ഉണ്ടെന്നുള്ളത് നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് വരാം, അതിലേക്ക് വരാൻ പറ്റുക. രേണു ബാക്കി പറയട്ടെ, നമുക്ക് അതിലേക്ക് വരാം. അതെ, KHDC ഫിറോസിക്ക, ഞാൻ നിങ്ങളെ ഫിറോസിക്ക എന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ ഫിറോസ് എന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ. താങ്കളുടെ കഴിഞ്ഞ അതെ ഫിറോസ് ഇക്കേ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ട്. ശരിയാ, ഫിറോസ് ഇക്ക എന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ. പക്ഷെ ഇക്കയിൽ എന്തൊക്കെ പ്രശ്നമുള്ള പോലെ തോന്നിയിട്ടുണ്ട്. പക്ഷെ ഫിറോസ് ഇക്ക എന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ. പുള്ളിക്കാരും പറയുന്ന കറക്റ്റാ. ഒരു വീഡിയോ കണ്ടല്ലോ, എന്റെ അപ്പനെ എന്നെ നാറി ചെറ്റ എന്നൊക്കെ വിളിക്കാൻ നാണം ഉണ്ടോ തനിക്ക്? തനിക്ക് എപ്പോഴാണ് ഞാൻ നാറിയും ചെറ്റ ആയത്? ഓർമ്മയുണ്ടോന്ന് അറിയില്ല. നമ്മൾ തമ്മിൽ ഈ പ്രശ്നം ഉണ്ടാകുന്നതിന് മുന്നേ നല്ല രീതിയിൽ സൗഹൃദത്തിൽ മെസ്സേജ് അയക്കാറുള്ളവരല്ലേ. ഇക്ക മറന്നാലും രേണുസുതി ആ മെസ്സേജ് ഒന്നും മറക്കത്തില്ല. ഞാൻ അയന്ന മൊയിലാളി അങ്ങനെ ഒരു ടോക്ക്, അതിനകത്ത് എവിടെ ഒരു ദ്വയാർത്ഥം ഒളിച്ചിരിക്കുന്നത് പോലെ വീണ്ടും സോഷ്യൽ മീഡിയയിലേക്ക് ഇട്ടുകൊടുക്കാനുള്ള ഒരു ശ്രമമല്ലേ അത്? ആ സ്റ്റേറ്റ്മെന്റിൽ എന്തൊരു ഒരു പന്തികളുണ്ട്. രേണുവിന്റെ പ്രണയം മുസ്ലിം അങ്ങനെന്താ വഴിയില്ല. ഇവര് ചുമ്മാ പറയണേന്ന് ഇവര് അയച്ചിട്ടുണ്ട്. ഇക്ക എനിക്ക് അയച്ചിട്ടുണ്ട്. നമ്മൾ തമ്മിൽ നല്ല സൗഹൃദത്തിലായിരുന്നു. ഇപ്പൊ ഇവരെന്തിനാ ഈ സാധനം പെറുക്കിനെ ഇട്ടാന്ന് അറിയത്തില്ല. എന്തായാലും എനിക്ക് ഫുള്ളി ചീത്തപ്പര. എന്നാ പിന്നെ എനിക്കെതിരെ നിന്ന് ഫിറോസൊക്കെ കൂടി ഇരിക്കട്ടെ ചീത്തപ്പര് എന്ന് പറഞ്ഞ് ഇട്ട് കൊടുത്താണെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഈ ഫിറോസിക്ക ഇവരുടെ ഈ വീടുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തില് ഇങ്ങനെ വീട് തിരിച്ചു വാങ്ങുന്നതിനോട് എനിക്ക് താല്പര്യം ഇല്ല എന്നൊക്കെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു തുടങ്ങിയില്ല. അങ്ങനെ പറഞ്ഞിട്ട് പക്ഷെ ഈ രേണുവിന്റെ അച്ഛൻ തങ്കച്ചനും വെറുജറ്റകളാണെന്നുള്ള രീതി പറഞ്ഞിട്ടുണ്ട്. ആ ലാസ്റ്റ് പോയിന്റിനാണ് പുള്ളിക്കാരി മറുപടി പറയുന്നത്. ആ വീഡിയോയിൽ 90% ഇവരുടെ വീടിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് പുള്ളി സംസാരിച്ചത്. ലാസ്റ്റ് ഒരു പാർട്ട്ണറുടെ എതിരെയാണ് സംസാരിച്ചത്. എന്നാ പിന്നെ ഇരിക്കട്ടും, നിനക്കിട്ടും ഒരു കോൺട്രവേഴ്സി, നീയും പിടിച്ചോ, നീ എനിക്ക് മെസ്സേജ് ചെയ്തിട്ടില്ലടാ. എന്തൊരു മെസ്സേജാന്ന് പക്ഷെ ഞാൻ പറയത്തില്ല. എന്തിന്റെ കാര്യമാണ് ഇത്? ഈ സാധനം ഏഷ്യാനെറ്റ് ന്യൂസിൽ വാർത്ത വരെയായി. ആശാന്റെ കാൽ തല്ലി പിടിച്ചു, അത്രയ്ക്ക് പോപ്പുലറായി ഈ സാധനം. ഈ സാധനം ഏഷ്യാനെറ്റ് ന്യൂസിൽ കറങ്ങുന്നുണ്ട്. അതിന്റെ ഒരു കട്ടിങ് കൂടെ ഞാൻ കിട്ടുകയാണെങ്കിൽ ഇങ്ങോട്ട് വെക്കാം. എനിക്ക് എന്നെ നാറി ചെറ്റയാക്കി എന്റെ തന്തയും ഞാൻ നാറി ചെറ്റയായത് നാണം ഉണ്ടോ തനിക്ക്? ഇനി മേലെ എന്നെ നാറി ചെറ്റെന്ന് വിളിച്ചുകൊണ്ട് വന്നേക്കരുത്. ഞാൻ തന്നെ വിളിക്കാത്തത്, ഞാൻ ഇക്കാന്ന് മാത്രമേ ഇന്നും വിളിക്കുന്നുള്ളൂ. വിളിക്കാത്തത് എന്റെ സംസ്കാരം, മനസ്സിലായോ? അപ്പൊ ഞാനൊന്നും മറക്കത്തില്ല. ഇക്കായി മറക്കാതിരുന്ന ഇക്കാക്ക് കൊള്ളാം. ഓക്കെ, അതിന്ന ഒരു ഭീഷണിയുടെ സ്വരം ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഇക്കയും മറക്കാതിരുന്ന ഒരു ചെറിയ ഭീഷണി ഇല്ലേ അതിനകത്ത്? എനിക്കെന്തോ ഒരു ഭീഷണി ഉള്ള പോലൊക്കെ തോന്നുന്നുണ്ട്. എന്റെ ഫിറോസിക്ക ഏറിക്കറ നോക്കിക്കോ ഫിറോസിക്ക. ഇതിനകത്ത് ഇത് കഴിഞ്ഞപ്പോഴത്തേനും ഫിറോസിക്ക ഒരു പോസ്റ്റ് അങ്ങോട്ട് ഫേസ്ബുക്കിൽ അങ്ങോട്ട് ചാമ്പി. ഇതാണ് പോസ്റ്റ്. എനിക്ക് എന്തിന്റെ കേടായിരുന്നു എന്ന് ചോദിച്ചിട്ടാണ് ഫിറോസിക്ക പോസ്റ്റ് ഇട്ടത്. ഇത് ഫിറോസിക്ക ആ വിഷയത്തിൽ അങ്ങനെ ഒരു പ്രതികരണം നടത്തിയപ്പോഴത്തേനും, അല്ലെങ്കിൽ ആ വീട് തിരിച്ചെടുക്കുന്നതിന് എനിക്ക് താല്പര്യമില്ല, അതപ്പോ എന്ത് ചെയ്യും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ചോദിച്ചപ്പോ ഇക്ക ഒരു ഡബിൾ സ്റ്റാൻഡ് എടുത്തപ്പോൾ ഞാൻ ചിന്തിച്ചതാണ് ഇക്കയ്ക്ക് എന്തിന്റെ കേടായിരുന്നു. അതിപ്പോ ഇക്കയ്ക്കും തോന്നുന്നതിൽ അധികം സന്തോഷമുണ്ട്. ഇനി നമുക്ക് സുതിലയത്തിലേക്ക് വരാം. സുതിലയം എന്ന് പറയുന്നത് രേണു താമസിക്കുന്ന വീടിന്റെ പേര്. അപ്പൊ രേണു ഇന്ന് ഇൻസ്റ്റാഗ്രാമില് പുള്ളിക്കാരിയുടെ വീടിന്റെ ഒരു പടം അങ്ങട്ടിട്ട്. നല്ല കാര്യം. നമ്മൾ താമസിക്കുന്ന വീടിനോട് നമുക്ക് സ്നേഹം ഉണ്ടാവണം. ആ വീടിന്റെ ഫോട്ടോ നമ്മൾ പ്രചരിപ്പിക്കണം. ആ വീട് നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പ്രചരിപ്പിച്ച് ഹിറ്റടിക്കണം, ഒക്കെ നല്ല കാര്യമാണ്. ഈ വീടിന്റെ അങ്ങായി പൊളിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ ഈ വീടിന് ചെറിയ തകരാറുകളുണ്ട് എന്ന് പലപ്പോഴായിട്ട് രേണു പറയുന്നുണ്ട്. അത് പറഞ്ഞൊന്നും തെറ്റില്ല കേട്ടോ, അത് അവതരിപ്പിച്ച രീതിയിൽ മാത്രമേ ഉള്ളൂ നമുക്ക് എതിർപ്പ്. പക്ഷെ രേണു ഈ ഒരു വിഷയത്തില് ഈ ഒരു വീടിന്റെ പടം ഇട്ടിട്ട് ഒരു ക്യാപ്ഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു. രേണു ഇട്ട ക്യാപ്ഷൻ എന്ന് പറഞ്ഞാൽ വിവാദലയം. നിങ്ങൾ ഈ കൊല്ലസുധിയുടെ പേര് നാണം കെടുത്തണം, അല്ലെങ്കിൽ പുള്ളിയെ അപമാനിക്കണം, പുള്ളിനെ അവഹേളിക്കണം എന്ന് നിങ്ങൾ എന്തെങ്കിലും നേർച്ച നേർന്നിട്ടുണ്ടോ? എനിക്ക് അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക. മരിച്ച് തലയ്ക്ക് മേളിൽ നിൽക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യൻ ജീവിച്ചിരുന്നപ്പോ പുള്ളിയുടെ പേരിൽ ഒരൊറ്റ അലിഗേഷൻ ഉള്ളായിരുന്നു, പൈസ മേടിച്ചു കഴിഞ്ഞാൽ പുള്ളി തിരിച്ചു തരത്തില്ല. പുള്ളിക്കാരൻ മരിച്ചതിന് ശേഷം പുള്ളിക്കാരന് പരസ്ത്രീ ബന്ധമായി, പുള്ളിക്കാരൻ പൈസ മേടിച്ചാൽ തിരിച്ചു കൊടുക്കാത്തവനായി, പുള്ളിക്കാരൻ മദ്യപാനിയായി, പുള്ളിക്കാരൻ ഇല്ലാത്ത ചീത്തപ്പേരൊന്നുമില്ല. നിങ്ങളെ കൂടെ അത്രയും ഒരു ഉപകാരം ചെയ്യാൻ പറ്റി.
ആ മനുഷ്യന്റെ പേര് ഒരാള് ഭൂമിയിൽ ജീവിക്കുമ്പോൾ നല്ല പേര് നിലനിർത്തുക എന്ന് പറയുന്നത് വളരെ പാടാണ്. മരിച്ചതിന് ശേഷം അതായത് നല്ല രീതിയിൽ ആൾക്കാർ ഓർക്കുന്നത് നല്ല കാര്യമാണ്. ആ പേരിനെ ഏതൊക്കെ തരത്തില് കളങ്കപ്പെടുത്താമോ അതെല്ലാം ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നുണ്ട്. എന്നാ ഈ പേര് വെച്ചിട്ടാണ് ബ്രാൻഡും. ഈ രേണു സുധിടാ, രേണു സുധി, സുധിച്ചേട്ടാ ഞാൻ വന്നു, എന്നാ സുധിച്ചേട്ടാ മദ്യം കുടിക്ക്, രേണു സുധി, ഇതാണ് ഫുള്ള്, സുധിയാണ് ഫുള്ള് ബ്രാൻഡ് ചെയ്യുന്നത്. അതിനകത്ത് ഒരു തർക്കവും ഇല്ല. എന്നിട്ടും നിങ്ങൾ പുള്ളീനെ ഇങ്ങനെ അവഹേളിക്കാതിരുന്നു കഴിഞ്ഞാൽ നല്ലതായിരുന്നു. നിങ്ങളുടെ ഭർത്താവ് നിങ്ങൾക്ക് അവഹേളിക്കും, നമുക്ക് ഒരു പ്രശ്നമില്ല. പക്ഷെ അത് ശരിയല്ല. മരിച്ചൊരാളെ അങ്ങനെ പറയുന്നത് ശരിയല്ല എന്നൊരു അഭിപ്രായം എനിക്ക് ഈ വിഷയത്തിലുണ്ട്. ഏതായാലും കൊള്ളാം. ഫിറോസിക്കയുടെ സൈഡിലുള്ള ന്യായീകരണങ്ങൾ എത്രയും പെട്ടെന്ന് പുറത്ത് വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പുള്ളിക്കാരൻ വഴിയെ പോയി രേണി എടുത്ത് പുറത്തോട്ട് വെച്ചതാണ്. ഏഷ്യാനെറ്റ് ന്യൂസിലൊക്കെ സംഭവം വന്നിട്ടുണ്ട്. ഇവർ തമ്മിലുള്ള ചാറ്റുകൾ ഇനി എത്രയും പെട്ടെന്ന് പുറത്തു വരട്ടെ. ഇപ്പൊ രേണു തന്നെ പലയിടത്തായിട്ട് പറയുന്നുണ്ടായിരുന്നു, ഞാനും ഫിറോസിക്കയുടെ നേരത്തെ ഭയങ്കര കമ്പനിയായിരുന്നു, ഇപ്പം ഞാനും പുള്ളിക്കാരന് യാതൊരു കമ്പനിയില്ല, ഞാൻ പുള്ളിനെ വിളിക്കാറില്ല, പിന്നെ എന്റെ അച്ഛൻ തങ്കച്ചനാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ഇത് എല്ലാം കൂടെ കൂട്ടി യോജിപ്പിക്കുമ്പോ ഫിറോസിക്കോ സാധനം എടുത്ത് വെളിയിലിട്ടോട്ടോ, ഇല്ലേ ഈ കൊച്ചു പല കഥകളും പറഞ്ഞിറക്കും. അറിയാലോ, ബിഷപ്പിന്റെ എതിരെ ഒരു വോയിസ് ഉണ്ടെന്ന് പറഞ്ഞ്, പിന്നെ വോയിസ് ഇല്ലെന്ന് പറഞ്ഞ്, പിന്നെ ആ വോയിസ് നിങ്ങളോട് താമസിക്കുന്ന എനിക്ക് കുഴപ്പമില്ലെന്ന് പറഞ്ഞെന്നായി, പിന്നെ അങ്ങനെ ഒരു വോയിസേ ഇല്ലെന്നായി. അങ്ങനെ ഇവർ എന്തും പറയാൻ മടിക്കാത്ത ആളുകളാണ്. സോ ഫിറോസിക്ക എനിക്ക് എന്തിന്റെ കേടായിരുന്നു എന്നുള്ളതല്ല, ഇത് ന്യായീകരണം പുറത്തു വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉപകാരമായിരുന്നു കേട്ടോ. നമുക്ക് രണ്ട് കണ്ടന്റല്ലോ കോണ്ടന്റും ആവും, നമുക്കൊരു രസവും. അപ്പൊ നിങ്ങളെ ഇപ്പൊ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ വളരെ